ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടിഷ്യൂസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ടിഷ്യൂസ് എന്ന് പറയുന്നത് നമ്മളെ ഫസ്റ്റ് മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കായിട്ട് വരും. ഈ ടോപ്പിക്കിൽ നമ്മൾ മെയിനായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് പ്ലാന്റ് ടിഷ്യൂസിനെ പറ്റിയിട്ടും അതേപോലെ അനിമൽസ് ടിഷ്യൂസിനെ പറ്റിയിട്ടുമാണ് കേട്ടോ. അപ്പോൾ ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമുക്കറിയാം നമ്മൾ യൂണിസെല്ലുലാർ ഓർഗാനിസത്തിനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ യൂണിസെല്ലുലാർ എന്ന് പറയുമ്പോൾ ഒരു സെല്ലുള്ള മാത്രമുള്ള ജീവികളെയായിരുന്നു നമ്മൾ യൂണിസെല്ലുലാർ ഓർഗാനിസം എന്ന് പറയുന്നത്. എന്നാൽ മൾട്ടി സെല്ലുലാർ എന്ന് പറയുമ്പോൾ മോർ ദാൻ വൺ സെല്ലുള്ള ജീവികളായിരുന്നു നമ്മൾ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം എന്ന് പറയുന്നത്. എന്നാൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിൽ എന്തുണ്ടാവും, കുറേ സെല്ലുകളായിട്ട് സിമിലർ ആയിട്ടുള്ള സെല്ലുകൾ ചേർന്നിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സിമിലർ ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സെല്ലുകളുടെ ഒരു കൂട്ടായിട്ട് മാറും. അതിനെയാണ് നമ്മൾ ടിഷ്യൂസ് എന്ന് പറയുക. ഒരേ ഫങ്ഷൻ ചെയ്യുന്ന ഒരേപോലെയുള്ള ഒരേ സ്ഥലത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഒറിജിൻസ് സെയിം ആയിട്ടുള്ള ഒരു കൂട്ടം സെല്ലിൻ്റെ ഗ്രൂപ്പിനെയാണ് നമ്മൾ ടിഷ്യൂസ് എന്ന് പറയുക കേട്ടോ. അതായത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിൽ സെൽസ് ആർ ഓർഗനൈസ്ഡ് ഇൻ ടു ടിഷ്യൂസ് ആയിട്ട് ഓർഗനൈസ് ചെയ്യും. ദെൻ എ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസ് ആൻഡ് ദർ എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സ് ഫ്രം ദ സെയിം ഓറിജിൻ ദാറ്റ് ടുഗദർ ക്യാരി ഔട്ട് എ സ്പെസിഫിക് ഫങ്ഷൻ. അപ്പം ഇവർ ഒറിജിൻ എന്ന് പറയുന്നത് ഈ ടിഷ്യൂസിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. സിമിലർ സെൽസ് സിമിലർ ഫങ്ഷൻ ചെയ്യുന്നവരെയാണ് നമ്മൾ ടിഷ്യൂസ് എന്ന് പറയുക. ദെൻ ഓർഗൻസ് ആർ ദെൻ ഫോംഡ് ബൈ ദ ഫങ്ഷണൽ ഗ്രൂപ്പിംഗ് ടുഗദർ ഓഫ് മൾട്ടിപ്പിൾ ടിഷ്യൂസ്. ഈ ടിഷ്യൂസ് ഒരേപോലെയുള്ള ടിഷ്യൂസിൻ്റെ ഒരു കൂട്ടത്തിനെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ഓർഗൻസ് എന്ന് പറയുക കേട്ടോ. അപ്പോൾ ആദ്യം സെൽസ് എല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നിട്ട് ടിഷ്യൂസ് ഉണ്ടായി. ഒരേപോലെയുള്ള ടിഷ്യൂസ് ഒരേ ഫങ്ഷൻ ചെയ്യുന്ന ടിഷ്യൂസിനെ മൊത്തമായിട്ട് നമ്മൾ ഓർഗൻസ് എന്ന് പറയും കേട്ടോ. ദെൻ ടൈപ്സ് ഓഫ് ടിഷ്യൂസിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ പ്ലാന്റ്സിനും അനിമൽസിനും ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷനാണ് ഉള്ളത്. Though plants and animals are multicellular organisms and are made up of tissues, the type of tissues are different in them. Plantsലും animalsലും ഡിഫറെൻ്റ് ആയിട്ടാണ് ടിഷ്യൂസ് കാണപ്പെടുന്നത്. Then there are 3 important tissue system in plants. പ്ലാന്റ്സിൽ 3 ഇമ്പോർട്ടൻറ്റ് ടിഷ്യൂ സിസ്റ്റം ഉണ്ട്. അല്ലെങ്കിൽ പ്ലാന്റ്സിൻ്റെ ടിഷ്യൂസിനെ നമ്മൾ 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഈസ് എപ്പിഡെർമിസ്, ദെൻ ദ ഗ്രൗണ്ട് ടിഷ്യൂ ആൻഡ് വാസ്കുലാർ ടിഷ്യൂ. 3 എണ്ണമായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഈസ് എപ്പിഡെർമിസ്, ഗ്രൗണ്ട് ടിഷ്യൂ ആൻഡ് വാസ്കുലാർ ടിഷ്യൂ. ആൻഡ് ദ ഫസ്റ്റ് എപ്പിഡെർമിസ് അല്ലെങ്കിൽ ഈ 3 ടിഷ്യൂസ് നമ്മൾ പ്ലാന്റ് സെല്ലിൽ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് നമുക്ക് ഈ ഡയഗ്രം വെച്ചിട്ട് നോക്കാം. അപ്പോൾ ഏറ്റവും പുറത്തുള്ള ഈ ലെയറിനെയാണ് നമ്മൾ ഡെർമൽ ടിഷ്യൂ അല്ലെങ്കിൽ എപ്പിഡെർമിസ്. എപ്പി എന്ന് പറഞ്ഞാൽ പുറം എന്നുള്ള മീനിങ്. എപ്പിഡെർമിസ് ആണ് കേട്ടോ ഏറ്റവും പുറമെയുള്ള ഈ ലെയർ. അതിൻ്റെ ഉള്ളിലായിട്ട് ഒരേപോലെ കണ്ടോ ലൈറ്റ് ഗ്രീൻ കളറിൽ കാണുന്ന ടിഷ്യൂസാണ് ഗ്രൗണ്ട് ടിഷ്യൂ. അതിൻ്റെ ഉള്ളിലായിട്ട് അകത്ത് പല പല കളറിലും പല പല ഷേപ്പിലും സെല്ലുകൾ കാണുന്നതാണ് വാസ്കുലാർ ടിഷ്യൂ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് 3 ടൈപ്പ് ഓഫ് ടിഷ്യൂ. ഇനി എപ്പിഡെർമിസ് എന്ന് പറഞ്ഞാൽ എപ്പിഡെർമിസ് കൺസിസ്റ്റ് ഓഫ് സെൽസ് ഫോമിങ് ദ ഔട്ടർ സർഫസ് ഓഫ് ദി ലീവ്സ് ആൻഡ് ഓഫ് ദി യങ് പ്ലാന്റ് ബോഡി. നമ്മൾ പറഞ്ഞു എപ്പിഡെർമിസ് എന്ന് പറഞ്ഞാൽ പുറത്തുള്ള സർഫസ് ഏരിയയിലുള്ള ലെയറാണ്. അത് മെയിനായിട്ടും ഈ ടിഷ്യൂസ് എവിടെ കാണപ്പെടുന്നതെന്ന് വെച്ചാൽ ലീവ്സിൽ, നമ്മളെ പ്ലാന്റ്സിൻ്റെ ലീവ്സ് ഇലകളിൽ, അതേപോലെ ചെറിയ യങ് പ്ലാന്റിൻ്റെ ബോഡിയിലും യങ് പ്ലാന്റ്സിലൊക്കെയാണ് ഈ ടിഷ്യൂസ് കാണുക. ദെൻ വാസ്കുലാർ ടിഷ്യൂ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ടിഷ്യൂ ഉള്ളിൽ കാണപ്പെടുന്ന ഈ ടിഷ്യൂവിനെയാണ് നമ്മൾ വാസ്കുലാർ ടിഷ്യൂ എന്ന് പറയുക. അതായത് സൈലും ഫ്ലോയും. നമ്മൾ 10th പഠിച്ചിട്ടുണ്ടാവും സൈലും ഫ്ലോയും എന്തിനാണ്, നമ്മളെ ഉള്ളിലുള്ള പ്ലാന്റ്സിൻ്റെ ഉള്ളിലുള്ള ഇൻറ്റേർണൽ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഫ്ലൂയിഡ്സ് ആൻഡ് ന്യൂട്രിയൻസ് ആണ്. നമ്മൾ പ്ലാന്റ്സിൻ്റെ ഉള്ളിലുള്ള വെള്ളത്തിൻ്റെയും ന്യൂട്രിയൻസിൻ്റെയും ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത് എ ടൈപ്പ് ഓഫ് വാസ്കുലാർ ടിഷ്യൂ ആണ്. അതിന് പറയുന്ന 2 എക്സാമ്പിൾസ് ആണ്, അല്ലെങ്കിൽ സൈലും ഫ്ലോയും എന്ന് പറയുന്ന വാസ്കുലാർ ടിഷ്യൂസിലൂടെയാണ് ഇൻറ്റേർണലി നമ്മൾ പ്ലാന്റ്സിൻ്റെ ഉള്ളിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഫ്ലൂയിഡ്സ് ആൻഡ് ന്യൂട്രിയൻസ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ വാസ്കുലാർ ടിഷ്യൂ ഇൻക്ലൂഡ് സൈലം ആൻഡ് ഫ്ലോയം. ദിസ് ട്രാൻസ്പോർട്ട് ഫ്ലൂയിഡ്സ് ആൻഡ് ന്യൂട്രിയൻസ് ഇൻറ്റേർണലി. ദെൻ ഗ്രൗണ്ട് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ
ഈസ് ലെസ് ഡിഫറൻഷ്യേറ്റഡ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഡിഫറൻഷ്യേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഒരു സെല്ലിന് പല സെല്ലുകളായിട്ട് മാറാനുള്ള കപ്പാസിറ്റീനെയാണ്, അല്ലെങ്കിൽ വേരിയസ് ടൈപ്പ് ഓഫ് സെല്ലുകൾ ആയിട്ട് മാറുന്ന ആ ഒരു സെല്ലിൻ്റെ എബിലിറ്റീനെയാണ് നമ്മൾ എന്ത് പറയുക, ഡിഫറൻഷ്യേഷൻ എന്ന് പറയുക. അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെല്ലിനെ ഫോം ചെയ്യാനുള്ള ആ എബിലിറ്റിയാണ് ഡിഫറൻഷ്യേഷൻ. അപ്പോൾ ഈ ഗ്രൗണ്ട് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യേറ്റഡ് ആണ് ദാൻ അതർ ടിഷ്യൂ. മറ്റ് ടിഷ്യൂസിനെ നോക്കുമ്പോൾ ഈ സെൽസ് അല്ലെങ്കിൽ ഈ ടിഷ്യൂ ലെസ് ഡിഫറൻഷ്യേറ്റഡ് ആണ്. അങ്ങോട്ട് നോക്കൂ, ലെസ് ഡിഫറൻഷ്യേറ്റഡ് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ടിഷ്യൂവിനെ കണ്ടോ നിങ്ങൾ. ഈ ഗ്രൗണ്ട് ടിഷ്യൂ എന്ന് പറയുന്നത് അതിൻ്റെ ഫോം നോക്കുക, എല്ലാം ഒരേപോലെ സിമിലർ ആയിട്ടുള്ള ലൈറ്റ് ഗ്രീൻ ടിഷ്യൂസ് ആണ്. എന്നാൽ സൈലും ഫ്ലോ ഒക്കെ നോക്കൂ, പല പല കളറിലും പല പല ഷേപ്പിലും ആയിട്ടാണ് അത് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ഡിഫറെൻ്റ് ആയിരിക്കും. അതാണ് ലെസ് ഡിഫറൻഷ്യേറ്റഡ് എന്ന് പറയുന്നത്. ദെൻ ഗ്രൗണ്ട് ടിഷ്യൂ മാനുഫാക്ചേഴ്സ് ന്യൂട്രിയൻസ് ബൈ ഫോട്ടോസിന്തസിസ് ആൻഡ് സ്റ്റോർ റിസർവ് ന്യൂട്രിയൻസ്. ഈ ടിഷ്യൂവിലാണ് ഈ മിഡിൽ പോർഷനിൽ കാണുന്ന ഈ ടിഷ്യൂവിലാണ് ഫോട്ടോസിന്തസിസ് നടന്നിട്ട് എന്താണ് ഫോട്ടോസിന്തസിസ് വഴി ഉണ്ടാകുന്ന ന്യൂട്രിയൻസും ബാക്കിയുള്ള ബൈ പ്രോഡക്ട്സ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നതും റിസർവ് ചെയ്യുന്നതൊക്കെ ഈ ഗ്രൗണ്ട് ടിഷ്യൂ ആണ്. അതേപോലെ ഗ്രൗണ്ട് ടിഷ്യൂ ആണ് ഈ ന്യൂട്രിയൻസിനൊക്കെ ഫോട്ടോസിന്തസിസിലൂടെ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ക്ലിയർ? ദെൻ അനിമൽ ടിഷ്യൂ ഇതാണ് കേട്ടോ. പ്ലാന്റ്സ് ടിഷ്യൂ നമ്മൾ 3 പഠിച്ചു. ഏതൊക്കെയായിരുന്നു? എപ്പിഡെർമിസ്, ഗ്രൗണ്ട് ടിഷ്യൂ ആൻഡ് വാസ്കുലാർ ടിഷ്യൂ. ദെൻ നമ്മൾ ഇനി പറയാൻ പോകുന്നതാണ് അനിമൽ ടിഷ്യൂ. അനിമൽ ടിഷ്യൂ ബേസിക്കലി നമ്മൾ 4 മെയിൻ ഗ്രൂപ്പ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് എപ്പിത്തീലിയൽ ടിഷ്യൂ, ദെൻ കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലാർ ടിഷ്യൂ ആൻഡ് ഫൈനലി നെർവസ് ടിഷ്യൂ. നമ്മൾ ഈ നെർവസ് ടിഷ്യൂ, മസ്കുലാർ ടിഷ്യൂ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. എപ്പിത്തീലിയലും കേൾക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എന്നാൽ ഇങ്ങനെ 4 ഗ്രൂപ്പായിട്ടാണ് നമ്മൾ നമ്മളെ അനിമൽസ് ടിഷ്യൂവിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ദെൻ ഇതാണ് കേട്ടോ. ഫസ്റ്റ് വൺ ഈസ് കണക്റ്റീവ് ടിഷ്യൂ, ദെൻ എപ്പിത്തീലിയൽ ടിഷ്യൂ, muscle tissue and nervous tissue. ഇതാണ് 4 basic types of tissues presented in animals. Then first one is epithelial tissue. Epithelial tissues are formed by the cells that cover the organ surface. ഒരു ഓർഗൻ്റെ പുറത്ത് അതിന് ഒരു ഓർഗൻ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കിഡ്നി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹേർട്ട് ആയിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ സർഫസിൽ കാണപ്പെടുന്ന അതിനെ കവർ ചെയ്തിട്ട് ഓർഗൻസിൻ്റെ സർഫസിൽ കാണപ്പെടുന്ന ടിഷ്യൂസാണ് എപ്പിത്തീലിയൽ ടിഷ്യൂസ്. സച്ച് ആസ് സർഫസ് ഓഫ് സ്കിന്ന്, നമ്മളെ സ്കിന്നിൻ്റെ പുറത്ത് കാണപ്പെടുന്ന ടിഷ്യൂസൊക്കെ എപ്പിത്തീലിയൽ ടിഷ്യൂസാണ്. ദ എയർവേസ്, ദ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ആൻഡ് ദ ഇന്നർ ലൈനിങ് ഓഫ് ഡൈജസ്റ്റീവ് ട്രാക്ട്. നമ്മളെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഉള്ളിലുള്ള ലൈനിങ്, അതേപോലെ തന്നെ നമ്മൾ റീപ്രൊഡക്റ്റീവ് ട്രാക്കിൻ്റെ ഉള്ളിലുള്ള ലൈനിങ്, നമ്മൾ സ്കിന്നിൻ്റെ സർഫസിൽ കാണുന്നത്, അതേപോലെ തന്നെ നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ കാണുന്ന, ഇപ്പോൾ ട്രക്കിയൻ്റെ ഒക്കെ ഉള്ളിൽ കാണപ്പെടുന്ന ലൈനിങ്ങൊക്കെ എപ്പിത്തീലിയൽ ടിഷ്യൂസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് പറഞ്ഞാൽ സെമി പെർമിയബിൾ എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് പാർട്ടിക്കിൾസിനെ ഒന്നും കടത്തിവിടാത്ത ഒരു ചില സമയങ്ങളിൽ കടത്തിവിടും, എന്നാൽ ചില സമയങ്ങളിൽ ടൈറ്റായിട്ട് ആക്ട് ചെയ്യുന്ന മെംബ്രെയിൻസ് ആണ് ഈ ടിഷ്യൂസിനുള്ളത്. ദെൻ ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇൻ അഡീഷൻ ടു ദീസ് പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻ epithelial tissue may also be specialized to function in secretion, excretion and absorption. Epithelial tissue helps to protect organs from microorganism injury and fine loss. ഇതിൻ്റെ പ്രൊട്ടക്റ്റീവ് ഫങ്ഷന് കൂടാതെ എപ്പിത്തീലിയൽ ടിഷ്യൂസ് എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? സെക്രീഷൻ എന്ന് പറയുമ്പോൾ ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യാനോ വേറെ ബാക്കിയുള്ള ന്യൂട്രിയൻസിനെ സെക്രീറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എക്സ്ക്രീഷൻ, വേസ്റ്റിനെ പുറന്തള്ളാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ള സാധനം സെല്ലിലേക്ക് അബ്സോർബ് ചെയ്യാനുള്ള ആ ഒരു പ്രോസസ്സിനെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ എപ്പിത്തീലിയൽ ടിഷ്യൂ ഹെൽപ്സ് ടു പ്രൊട്ടക്ട് ഓർഗൻസ് ഫ്രം മൈക്രോ ഓർഗാനിസം. എപ്പിത്തീലിയൽ ടിഷ്യൂസ് ആണ് നമ്മളെ സ്കിന്നിനൊക്കെ മൈക്രോ ഓർഗാനിസത്തിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ദെൻ ഇഞ്ചുറി, ആ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നുണ്ട്. ചെറിയ ഇഞ്ചുറീസ് എന്നൊക്കെ ഇഞ്ചുറീസ് എന്നൊക്കെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. ദെൻ അതിൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത് എപ്പിത്തീലിയൽ സെൽസിൻ്റെ അല്ലെങ്കിൽ ടിഷ്യൂസിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഈസ് എപ്പിത്തീലിയൽ സെൽസ് ഫോം ദ ഔട്ടർ സർഫസ് ഓഫ് ദി സ്കിൻ. നമ്മൾ എപ്പിത്തീലിയൽ സെൽസ് ആണ് സ്കിന്നിൻ്റെ ഔട്ടർ സർഫസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ദെൻ
ലൈനിങ് ഓഫ് ദി മൗത്ത്, നമ്മളെ മൗത്തിൻ്റെ ഇന്നർ ലൈനിങ് എപ്പിത്തീലിയൽ സെൽസ് ആണ്. ആൻഡ് അലിമെൻ്ററി കനാൽ, നമ്മളെ ഫുഡ് പാസേജിൻ്റെ കനാലുണ്ടല്ലോ, ഫുഡ് പാസേജിൻ്റെ ആ ഒരു ഓൾ പാത്ത് വേ, അതിൻ്റെ ഉള്ളിലൊക്കെ ഉള്ളത് ഈ ടൈപ്പ് ഓഫ് സെൽസുകളാണ്. ആർ ഫോംഡ് ഓഫ് എപ്പിത്തീലിയൽ സെൽസ് വിച്ച് പ്രൊട്ടക്ട് ദീസ് ഓർഗൻസ്. അപ്പോൾ അതുവഴി എന്താവും, ഈ ഓർഗൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അങ്ങനെ ഒരു കവറിങ് ഉണ്ടാവേണ്ട ഈ ഓർഗൻസിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എപ്പിത്തീലിയൽ സെൽസ് ആണ്. ദെൻ ഹെൽപ്പ് ഇൻ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാട്ടർ അബ്സോർപ്ഷനെയും ന്യൂട്രിയൻസിൻ്റെ അബ്സോർപ്ഷനെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഹെൽപ്പ് ഇൻ ദ എലിമിനേഷൻ ഓഫ് വേസ്റ്റ്, അതായത് എക്സ്ക്രീഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പുറന്തള്ളാൻ സെല്ലിലുള്ള വേസ്റ്റുകൾ പുറന്തള്ളാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ സെക്രീറ്റ് എൻസൈംസിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഹോർമോൺസ്, അല്ലെങ്കിൽ ഹോർമോൺസിനെയും സെക്രീറ്റ് ചെയ്യുന്നുണ്ട് ഇൻ ദി ഫോം ഓഫ് ഗ്ലാൻസ്. ചില എപ്പിത്തീലിയൽ ടിഷ്യൂസൊക്കെ ഗ്ലാൻസ് ആയിട്ട് പ്രവർത്തിച്ചിട്ട് എൻസൈംസോ അല്ലെങ്കിൽ ഹോർമോൺസ് ആയിട്ട് പ്രവർത്തിച്ചിട്ട് സെക്രീറ്ററി ഫങ്ഷൻസും കൂടെ ചെയ്യുന്നുണ്ട്. Then some specialized epithelial tissues form secretory function. നേരത്തെ പറഞ്ഞല്ലോ, they secrete a variety of substance including sweat, saliva, mucus, enzymes. Sweat എന്ന് പറയുമ്പോൾ നമ്മൾ വിയർപ്പ് പോലെയുള്ള ഫ്ലൂയിഡ്സ്, then saliva, ഉമിനീര്, then മ്യൂക്കസ്, നമ്മളെ നോസിൽ, അങ്ങനെ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ ഇന്നർ ലൈനിങ്ങിൽ കാണപ്പെടുന്ന ഒരു സ്മൂത്തി ടൈപ്പ് സബ്സ്റ്റൻസ് ആണ് മ്യൂക്കസ് എന്ന് പറയുന്നത്. അങ്ങനത്തെ സെക്രീഷൻസ്, അതേപോലെ എൻസൈംസിനൊക്കെ എപ്പിത്തീലിയൽ സെൽസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഈ എപ്പിത്തീലിയൽ സെൽസിനെ പലതരത്തിലുണ്ട്. എപ്പിത്തീലിയൽ ടിഷ്യൂസിനെ നമുക്ക് പലതരത്തിൽ കാണാൻ പറ്റും. അതിനുള്ള എക്സാമ്പിളാണ് ഇത്. ജസ്റ്റ് നിങ്ങൾ പേര് മാത്രം ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി, അതിൻ്റെ പ്രത്യേകതകളൊന്നും പഠിക്കണ്ട കേട്ടോ. അതിൻ്റെ ഈ ഡിവിഷൻ എന്ന് പറയുന്നത് സ്ട്രക്ചറിൻ്റെ ബേസിലാണ്. ആ സെല്ലിൻ്റെ ടിഷ്യൂസിലുള്ള സെൽസിൻ്റെ സ്ട്രക്ചറിൻ്റെ ബേസിലാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വണ്ണിൽ സിമ്പിൾ സ്കോമസ് എപ്പിത്തീലിയം, സ്ട്രാറ്റിഫൈഡ് സ്കോമസ് എപ്പിത്തീലിയം, സിമ്പിൾ കുബോയിഡ് എപ്പിത്തീലിയം, ട്രാൻസിഷണൽ എപ്പിത്തീലിയം, സ്യൂഡോ stratified columnar epithelium, also known as ciliated columnar epithelium and glandular epithelium. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് എപ്പിത്തീലിയൽ സെൽസ് ഉണ്ട്. ജസ്റ്റ് പേര് മാത്രം നോക്കി നോക്കുക. ഇതിൽ സിമ്പിൾ സ്കോമസ് എപ്പിത്തീലിയം എന്നൊക്കെ പറയുന്നതിൻ്റെ ഈ പിക്ചറിൽ കണ്ടോ, സ്കോമസ് എപ്പിത്തീലിയം എന്നൊക്കെ പറയുന്നത് കുറച്ച് ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള, അതിൻ്റെ സ്ട്രക്ചറൊക്കെ ഓരോന്നായിരിക്കും. ഫ്ലാറ്റ് ആയിട്ടുള്ള ടൈപ്പിലുള്ളതാണ് സ്കോമസ്. ക്യൂബോയിഡിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സെൽസ് ക്യൂബോയിഡ് ആയിട്ടുള്ള ഷേപ്പിലായിരിക്കും. കൊളംനാർ കുറച്ചും കൂടെ ടോളായിട്ട് ഹൈറ്റ് കൂടിയിട്ടുള്ള സെല്ലായിരിക്കും. സീലേറ്റഡ് കൊളംനാർ ഈ സെൽസിന് സർഫസിൽ സീല അറ്റാച്ച് ചെയ്തിട്ടുള്ള സെൽസുകളായിരിക്കും. അങ്ങനെ ഷേപ്പിൻ്റെ ബേസിലാണ് ഇത് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് കേട്ടോ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ അടുത്തത് പറയാനുള്ളത് കണക്റ്റീവ് ടിഷ്യൂസ് ആണ്. ഇത് അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. താങ്ക് യു ഓൾ.